കിങ്ഡം പ്രോട്ടിസ്റ്റ. അതിന് താഴേക്കാണ് എന്ത് വരുന്നത്, നമ്മൾ ഫൈലം ഒക്കെ പറയുന്നത്. അതിന്റെ ക്ലാസിഫിക്കേഷനിൽ അതിന്റെ താഴെ നിൽക്കുന്നതാണ് ഫൈലം. സി വാട്ട് ഈസ് കിങ്ഡം പ്രോട്ടിസ്റ്റ ഓർ പ്രോട്ടിസ്റ്റ? എന്താണ് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്? ആക്ച്വലി ദിസ് ഈസ് സിമ്പിൾ യുക്കാരിയോട്ട് ആണ്, യുക്കാരിയോട്ടിക് ഓർഗാനിസം ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു യുക്കാരിയോട്ടിക് ഓർഗാനിസം ആണ് ഈ പറയുന്ന പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. Actually, this is usually composed of single cell or colony. Colony ആയിട്ട് കാണാം, അല്ലെങ്കിൽ സിംഗിൾ സെൽ ആയിട്ട് കാണാം. If it is in a colony, ഓരോ സെല്ലും എങ്ങനെയായിരിക്കും? ബിഹേവ് as single unit, separate unit. And sometimes all these single cells joined together with cell membrane. ചിലപ്പോൾ അങ്ങനെയും കാണാം. മെംബ്രെയിൻ ഒരു മെംബ്രെയിനസ് ആയിട്ട് അതിനെ റൗണ്ട് ചെയ്ത് വെച്ചേക്കാം. പക്ഷെ അതൊരു ഒറ്റ സെല്ലുകൾക്ക് അതിൻ്റെതായിട്ടുള്ള കംപ്ലീറ്റ് ജോലി. ഹലോ, കട്ടാവുന്നുണ്ടോ? കുഴപ്പമില്ല, അത് ചിലപ്പോൾ നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും. ഞാൻ ഇതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ ക്ലാസ് റൂമിനകത്ത് ഇട്ട് തരും. അത് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ പറ്റുമോ എന്ന് നോക്കിയതിന് ശേഷം പറഞ്ഞു തരണം കേട്ടോ. ശരി. അപ്പൊ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഹൈലി ഡൈവേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഹാവിംഗ് സിംഗിൾ സെൽ, ഐദർ സിംഗിൾ ഓർ ഇൻ കൊളോണിയൽ ഫോം. ആൻഡ് ഓൾസോ ദീസ് ആർ ലിവ് ഇൻ, എവിടെയാണ്? മോസ്റ്റ്ലി ഇൻ അക്വാട്ടിക് ആണ്, മോസ്റ്റ്ലി ഇൻ വാട്ടർ, ആൻഡ് സം ആർ ഇൻ മോയിസ്റ്റ് ടെറസ്ട്രിയൽ റീജിയൻ, ആൻഡ് അതേഴ്സ് ആർ സീൻ ആസ് പാരസൈറ്റ്സ്, or some others are in symbiotic condition. They are live in other eukaryotic organisms. അപ്പോൾ എന്താ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്? വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണ്. ജനറൽ ആയിട്ട് പറഞ്ഞാൽ അത് സിംഗിൾ സെൽഡ്, യൂണിസെല്ലുലാർ, അല്ലെങ്കിൽ അതിനെ എ സെല്ലുലാർ എന്നൊക്കെ പേര് പറയും. ഒറ്റ സെല്ലായിട്ടുള്ളതാണ്. അതല്ല എങ്കിൽ ഈ ഒരു സെല്ലുകൾ അതിന് ഒറ്റയ്ക്ക് പോയാലും അതിന് ജീവിക്കാൻ പറ്റും, കോളനിയിലായാലും ജീവിക്കാൻ പറ്റും. എങ്ങനെയാണ് ജീവിക്കുന്നത്? They always live separately. They can do everything. All the type of activities can be done by the individual cell. ഒരു ഓർഗാനിസത്തിന് എന്തൊക്കെ ക്യാരക്ടേഴ്സ്, എന്തൊക്കെ ജോലികളാണോ ചെയ്യാനുള്ളത്, ആ ജോലികളെല്ലാം തന്നെ ഈ ഇൻഡിവിജ്വൽ സെല്ലിന് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു കോളനി ആയിട്ട് നിന്നാലും അങ്ങനെ തന്നെയാണ്. അവര് ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഇവിടെ ഇല്ല. നമ്മളുടെ ബോഡി ആണെങ്കിലോ മെയ്ഡ് അപ്പ് ഓഫ് innumerous number of cells, but these cells have different function, and on the basis of the function of the cells we know different types of organs and organ systems are present. These organ system can do a separate function. At the same time, all the type of organs are made up of 4 different basic kinds of tissues. And these individual tissues can only do a separate function or a particular function. ഹോൾ ടിക്കറ്റ് കൊടുക്കണമെന്നോ? അത് താഴെ പോയിട്ടേ പിന്നെ സജീവ് സാറിനോട് ചോദിക്കാൻ പറ. അതിന് വേണമെങ്കിൽ വരുമ്പോൾ കൊടുക്കാം. യെസ്. അപ്പോ കൊളോണിയൽ അല്ലെങ്കിൽ വേറൊരു വേർഡ് പറയുന്നുണ്ട്, സീനോബിയൽ യുക്കാരിയോട്സ് എന്ന് പറയുന്നുണ്ട്. എന്താണ്? കൊളോണിയൽ തന്നെയാണ്, പക്ഷെ ഈ സീനോബിയൽ ആണ്. എന്താ? താഴെ ഞാൻ അതിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മനസ്സിലാകും. വാട്ട് ഈസ് സീനോബിയൽ? എ ലൂസ് അസോസിയേഷൻ ഓഫ് യൂണിസെല്ലുലാർ ഓർഗാനിസം ദാറ്റ് live in a colony and may be surrounded by a common membrane. If it is bounded with a membrane, a common membrane, then it is called synobial. Otherwise, it is a group of individual cell called colony, and that is the difference between the colony and synobial. Synobial എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മെംബ്രൈൻ ഉണ്ടാവും, അതേസമയം ഇൻഡിവിജ്വൽ സെൽസ് എല്ലാം കൂടെ ഒരുമിച്ച് അഗ്രിഗേഷൻ ആണ് എങ്കിൽ അതിനെ കോളനി എന്ന് പറയും. ഇതാണ് പ്രോട്ടിസ്റ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു 1 മാർക്കിനൊക്കെ എഴുതാൻ പറ്റുന്ന ഡെഫിനിഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്നത് ഇതാണ്. Then see what is it? Is the evolutionary link bridges the gap between plants and animals. So we know the Protista that includes both the plants and animals. The unicellular
plant and animals are present or located or grouped under Protista. Protista അകത്താണ് സിംഗിൾ സെല്ലുള്ള യൂണിസെല്ലുലാർ ആയിട്ടുള്ള പ്ലാന്റിന്റെയും ആനിമൽസിന്റെയും സെല്ലുകളെ ഇട്ടേക്കുന്ന ഒരു കോമൺ ഗ്രൂപ്പാണ്, ഒരു കോമൺ കിങ്ഡം ആണ് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദിസ് ഇസ് ദ ലിങ്ക് ഓർ ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ പ്ലാന്റ് ആൻഡ് ആനിമൽസ്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇടയിലുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. And also this is a connecting link between the prokaryotic moneyrons and multicellular eukaryotes. അപ്പോൾ prokaryotic ആയിട്ടുള്ള moneyronsന്റെയും multicellular ആയിട്ടുള്ള eukaryoteന്റെയും ഇടയിലുള്ള ഒരു connecting link ആണ് എന്നും നമുക്ക് പറയാം. A protist body is capable of carrying out all biological functions similar to different organs of multicellular organism. That I mentioned earlier, the Protista, it has the capacity to do the single, each and every cell of the Protista can be done a particular function or all the functions that can be done by all other type of multicellular organisms. മറ്റ് multicellular organismങ്ങൾ ചെയ്യുന്നത് പോലെ, for example, we can do different types of functions, or our body have a particular or different forms of functions. All that functions are necessary for the life of the organism. Life activities എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. എന്താണ് ഒരു എക്സാമ്പിൾ പറഞ്ഞ? റെസ്പിറേഷൻ, ഇറ്റ് ഈസ് എ ലൈഫ് ആക്ടിവിറ്റി. Then circulation, the heart and blood or blood vessels, everything is coming together and form the system, circulatory system. And that do the function of circulation, and it provide or it circulate or transport all the type of food molecules, then oxygen, carbon dioxide, hormones, enzymes, and the waste materials. All are transported through this type of medium, the liquid medium, and this medium is called blood or the circulatory system. Actually, the blood as well as the lymph, both are in liquid condition and joined together and make the single system that is called the circulatory system. Like that, the excretory system, including the kidneys, then the reproductive system, another one system, and all these type of system can do a particular function. So all these functions are necessary for the life of the individual. ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫിന്, അതിന്റെ ലൈഫ് ആക്ടിവിറ്റിക്ക് ഈ പറഞ്ഞേക്കുന്ന തരത്തിലുള്ള എല്ലാ ഫങ്ഷൻസും ചെയ്യണം. റെസ്പിറേഷൻ വേണം, എക്സ്ക്രീഷൻ വേണം, സർക്കുലേഷൻ വേണം, ഭക്ഷണം കഴിക്കണം, എല്ലാം ചെയ്യണം അല്ലെ? എല്ലാത്തിനും പ്രത്യേകമായിട്ടുള്ള ഓർഗൻ ഉണ്ട്, ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. എന്നാൽ ഇവിടെ ഒരു സിംഗിൾ സെല്ലാണ്. ഫോർ എക്സാമ്പിൾ അമീബ, യുഗ്ലീന, പാരമീസിയം, all are unicellular organisms, and all these also have all the these type of life activities. എല്ലാ ലൈഫ് ആക്ടിവിറ്റീസ് ഇവരും ചെയ്യുന്നുണ്ട്, ബട്ട് ദേ ഹാവ് ഓൺലി വൺ സെൽ. ഒറ്റ ഒരു സെല്ലേ ഉള്ളൂ, ബൗണ്ടഡ് വിത്ത് എ മെംബ്രൈൻ. ഒരു മെംബ്രൈൻ ബൗണ്ട് ചെയ്തേക്കുന്ന, അകത്ത് കുറച്ച് സെൽ ഓർഗനൽസ് ഉള്ള, സൈറ്റോപ്ലാസം ഉള്ള ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സിംഗിൾ സെൽ ഓർഗാനിസം ആണ്. അതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിനെല്ലാം ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മുടെ ബോഡിയിൽ, ഞാൻ പറഞ്ഞു, ഇന്യൂമറസ് ആണ്, കൗണ്ട്ലെസ് നമ്പർ ഓഫ് സെൽസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. ഇത്രയും ഉള്ള സെല്ലുകളുള്ള ഒരു ഓർഗാനിസം എന്തെല്ലാം ലൈഫ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം തന്നെ സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസങ്ങൾക്കും ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ജനറൽ ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് ഈ പ്രോട്ടിസ്റ്റയെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും ഒറ്റയടിക്ക് പറയാനായിട്ട്? ഇങ്ങനെ ചോദിച്ചാൽ 2 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം എഴുതണം. Okay, then we have to go through the salient features or the special characters of protist. എന്തൊക്കെയാണ് ഈ protista എന്ന് പറയുമ്പോൾ ഇതിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് പഠിക്കണം. അതിന് നമ്മൾ 1 by 1 ആയിട്ട് ചില ക്യാരക്ടേഴ്സുകൾ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. The first one is acellular or colonial body without tissues and organs. അത് തന്നെയല്ലേ നമ്മളിപ്പോ പറഞ്ഞത്. എന്താണ്? They have single cell. എല്ലാ സിംഗിൾ സെൽഡ് ആണ്, യൂണിസെല്ലുലാർ ആണ്. അപ്പൊ അങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞു. സെല്ലുലാർ ആണ്. അതുപോലെ തന്നെ എന്താ പറഞ്ഞേക്കുന്നത്? കൊളോണിയൽ ബോഡിയാണ്. എന്താ പറഞ്ഞേക്കുന്നത്? സെല്ലുലാർ ആണ്, അതുപോലെ കൊളോണിയൽ ആകാം. കോളനി ആയിട്ട് ഇവർക്ക് ഒരുമിച്ചിരിക്കാം.
പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും അവർ ജോലികൾ ചെയ്യുന്നത്. അവരവർക്ക് വേണ്ടുന്ന അവരവർ ചെയ്യും. മറ്റാരുടെ ഒരു സഹായവുമില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു വരും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കത്തതുമില്ല. They are the simple aggregation, simple union of number of cells. ഒരുമിച്ച് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. വിത്തൗട്ട് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. ഇവർ ഒരുമിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ഇത് ടിഷ്യൂമല്ല, ഓർഗനുമല്ല, ഒരു ഓർഗൻ സിസ്റ്റവും അല്ല, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ഓർഗാനിസവും അല്ല. ഓരോ സെല്ലും ഓരോ പ്രത്യേക ഇൻഡിവിജ്വൽ ആണ്. The body is not divided into cells. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Also called unicellular or single celled organism. The body is formed of aggregation of cells called colonial protists. All the cells are same, no division of labor. ഇതെല്ലാം ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലേ? ഒരു തരത്തിലുള്ള ഡിവിഷനും ഇല്ല. The second feature, that is the locomotor structures, include pseudopodia, flagella and cilia. What are these structures? Locomotor structures. It is for the movement, various movement, life activities. These are the particular structures provided or seen on the surface of the temporary structure ആകാം അല്ലെങ്കിൽ permanent structure ആകാം. Surface of the single cell. ഈ സിംഗിൾ സെല്ലിന്റെ പുറത്തുണ്ടാകുന്ന ടെമ്പററി ഓർ പെർമനന്റ് ആയിട്ടുള്ള സ്ട്രക്ചറുകളാണ്. ആൻഡ് ദേ ഹാവ് ദ ഡ്യൂട്ടി. എന്താണ്? ദ ലോക്കോമോഷൻ. അത് ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ വേണ്ടിയാകാം? പലതരത്തിൽ നമ്മൾ യാത്രകൾ ചെയ്യാം. അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഓഫ് ദിസ് ഓർഗാനിസം ഫ്രം വൺ പ്ലേസ് ടു അനദർ ഫോർ വേരിയസ് ആക്ടിവിറ്റീസ്. ചിലപ്പോൾ ഭക്ഷണം തേടിയായിരിക്കാം നമ്മൾ പോകുന്നത്, ഇല്ലേ? ചില സമയത്താണെങ്കിലോ നമ്മൾ ഏതെങ്കിലും ഒരു പാരസൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എനിമിയെ കണ്ടിട്ട് പോകുന്നതായിരിക്കാം. അതും അല്ലെങ്കിൽ ഒരു റിപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിന് പോകുന്നതായിരിക്കാം. സോ there are so many activities have each and every cell. So the locomotor structures are also essential. So different types of locomotor structures are present in different protists. Some are the pseudopodia. Another one type of locomotor structure is flagella and another one is cilia. We know what are these. The pseudopodia means, pseudo means false ആണ്, false footed ആണ്. അതാരാണ്? എക്സാമ്പിൾ അമീബ. And we know what is pseudopodia. Temporary ആണ്. ഇതിന്റെ ബോഡിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരേപോലെ അല്ലിരിക്കുന്നത്. അതിന്റെ ടെമ്പററി സ്ട്രക്ചർ ആണ്. അതിന് എങ്ങോട്ട് പോകണം അതനുസരിച്ച് അതിന്റെ ബോഡിയുടെ സെൽ മെംബ്രൈൻ along with the cytoplasm ആ സൈഡിലേക്ക് അത് പ്രൊജക്ട് ചെയ്യപ്പെടും. അങ്ങനെയാണ് അതിന്റെ മൂവ്മെന്റ് നടക്കുന്നത്. അതാണ് സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. Then see the next one is flagella. That is long whip like structure. Example is euglena. Euglena നമുക്ക് അറിയാവുന്നതാണ്. അതിനകത്തുള്ള സ്ട്രക്ചർ ഏതാണ്? ഫ്ലജല്ലയാണ്. Then paramecium. It is called, commonly called paramecium. എങ്ങനെയാണ് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത്? സ്ലിപ്പർ animalcule. And it has a lot of cilia, small hair-like structures seen all over the cell membrane, and that is called cilia. So the paramecium is a best example for ciliated protist. Cilia ഉള്ള protistക്ക് ഒരു നല്ല എക്സാമ്പിൾ ആണ് paramecium എന്ന് പറയുന്നത്. Like that, the euglena is the example for flagellates and the pseudopodia seen on amoeba. Then see, some other organisms have some other structures. They can shows a wriggling movement. Wriggling movement ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് എഴഞ്ഞു നടക്കുന്ന തരത്തിലുള്ള മൂവ്മെന്റ് കാണിക്കുന്നതുണ്ട്. ചിലത് അതിന്റെ ബോഡിയിൽ നിന്ന് മ്യൂക്കസ് പ്രൊപ്പൽഷൻ വഴിയും ഇത് നടക്കും. അപ്പൊ അതനുസരിച്ച് അതിന് തെന്നി പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ ലോക്കോമോട്ടറി സ്ട്രക്ചറിന്റെ ബേസിസിലുള്ള ഒരു ഫീച്ചർ ആണ്. They have different structures for locomotion. Then a third character, that is nutrition. Nutrition എന്ന് പറയുമ്പോൾ autotrophic ആകാം or heterotrophic. We know the protists are either plants or animals. They are the connecting link between the plants and animals. That means both the types of individuals are present in protist. രണ്ടുമുണ്ട് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒരുമിച്ച് വരുന്ന ഒരു ഗ്രൂപ്പാണ് പ്രൊട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. That's why this shows both the types of nutrition, autotrophic and heterotrophic. We know what is autotrophic. Auto means self. They can make their own food with the help of sunlight, then carbon dioxide, water and other minerals, chlorophyll. എല്ലാം കൂടെ ചേർത്തിട്ട് അവർ എന്ത് ചെയ്യും?
സ്വന്തമായിട്ട് തന്നെ അതിന്റെ ഭക്ഷണം ഉണ്ടാക്കും. അതിനെ നമ്മൾ ഓട്ടോട്രോഫ്സ് എന്ന് പറയും. അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ഫോട്ടോട്രോഫ്സ്. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് sunlight, they can make their own food in the presence of chlorophyll. ഇല്ലേ? chlorophyll bearing ആയിട്ടുള്ള ഏത് ഇൻഡിവിജ്വൽ ആണോ അതിനൊക്കെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന സെൽഫ് സിന്തസിസ് അതിന് ഫുഡിനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഫോട്ടോട്രോഫ്സ് ഉണ്ട് ഇതിനകത്ത് എന്ന് പറയുന്നത്. chlorophyll bearing forms are photosynthetic autotrophs. Why ഇതിന് എന്തുകൊണ്ടാണ് photosynthetic autotrophs എന്ന് പറയുന്നത്? Autotrophs are different types ഉണ്ട്. അത് ഫോട്ടോസിന്തറ്റിക് ആകാം, അല്ലെങ്കിൽ കീമോസിന്തറ്റിക്കും ആകാം. അങ്ങനെയാണെങ്കിലും അവര് ഓട്ടോട്രോഫ്സ് ആണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു. ഇത് സൺലൈറ്റിന്റെ പ്രസൻസിലായിരിക്കും അവർ ഉണ്ടാക്കുന്നെങ്കിൽ മറ്റേത് കെമിക്കൽ എനർജിയുടെ പ്രസൻസിലും ഉണ്ടാക്കും. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ഇതിനകത്ത് ഉണ്ട്. Another one type of nutrition, heterotrophs. എന്താണ് heterotrophs? They always depends upon the photosynthetic autotrophs or the autotrophs. Chemosynthetic ആയിക്കോട്ടെ, ഏതായാലും the heterotrophs always depends upon autotrophs for their food. അവരുടെ ഫുഡിന് വേണ്ടിയിട്ട് എപ്പോഴും ഓട്ടോട്രോഫ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെയാണ് ഹെറ്ററോട്രോഫ്സ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് ഹ്യൂമൻ, നമ്മളൊക്കെ അതിനകത്താണ് വരുന്നത് അല്ലേ? ഇതിനകത്ത് പ്രിഡേറ്റേഴ്സ് ഉണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്, സാപ്രോട്രോഫ്സ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഇൻഡിവിജ്വൽസ്. ഓൾ ദീസ് ആർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എന്താണ് ഫുഡിന്റെ കളക്ഷൻ എടുക്കുന്നതിന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചിട്ടാണ് ഈ പേരുകളൊക്കെ പറഞ്ഞേക്കുന്നത്. എല്ലാം എന്തിന്റെ കൂടെയാണ് വരുന്നത്? ഹെറ്ററോട്രോഫ്സിനകത്താണ് വരുന്നത്. Then the phototrophs have a cell wall, whereas predator will have an ingestatory apparatus. Ingestatory apparatus. അപ്പൊ ഫോട്ടോട്രോഫ്സിന് എന്തുണ്ട്? അതിന് സെൽ വോൾ ഉണ്ട്. ഫോട്ടോട്രോഫ്സിന് സെൽ വോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്ലോറോഫില്ലും അല്ലെങ്കിൽ അതിന്റെ ഈ സിന്തസിസ് നടത്താൻ വേണ്ടുന്ന ഒരു സ്ട്രക്ചറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് സെൽ വോൾ എന്ന് പറയുന്നത്. അപ്പൊ സെൽ വോൾ ഉള്ളതാണ് പ്ലാന്റ് സെൽസ് നമുക്കറിയാം. അതേസമയം ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള അല്ലെ ഹെറ്ററോട്രോഫ്സ് ആയിട്ടുള്ളതിന് ഇതിനെ ഇൻജസ്റ്റ് ചെയ്യാനായിട്ട്, അതിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടി അല്ലെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്ട്രക്ചറുകൾ, ഇൻജസ്റ്റേറ്ററി ആയിട്ടുള്ള അപ്പാരറ്റസ് ആർക്കുണ്ടാവും? ഹെറ്ററോട്രോഫ്സിന് ഉണ്ടാകും. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ന്യൂട്രീഷൻ ഇൻ പ്രൊട്ടിസ്റ്റ്. Then see the fourth one is cyst formation. What is cyst? Cyst എന്ന് പറഞ്ഞാൽ എന്താണ്? It is the covering on the surface of anything. എന്തിന്റെ പുറത്തായാലും ഒരു കവറിംഗ് ഉണ്ട് എങ്കിൽ അതിനെ സിസ്റ്റ് എന്ന് നമുക്ക് പറയാം. പക്ഷെ അത് എന്തിന്റെ അകത്താണെങ്കിലാണ് നമ്മൾ അതിനെ സിസ്റ്റ് എന്ന് പറയുന്നത്? ലിവിങ് ബോഡിയുടെ ചുറ്റുമായിട്ടാണ് എങ്കിൽ അതിനെ നമ്മൾ സിസ്റ്റ് എന്ന് പറയും. അതുപോലെ അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റ് ഉണ്ട് എങ്കിൽ ഇൻസൈഡ് ദ സിസ്റ്റ് ദ ഓർഗാനിസം എങ്ങനെയായിരിക്കും? ഇൻ എ ഡോർമെന്റ് കണ്ടീഷനിലായിരിക്കും. ഒരു സുപ്താവസ്ഥ എന്ന് പറയും. അവിടെ ഇരുന്നത് സമാധി അടഞ്ഞിരിക്കുന്ന പോലെ, അവിടെ ഇരുന്ന് തപസ് ചെയ്യുന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കും ഈ സിസ്റ്റിനകത്ത് ഈ ഓർഗാനിസം ഇരിക്കുന്നത്. അപ്പൊ സിസ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? ഇറ്റ് ഈസ് ഫോർ ഓവർകമ്മിങ് ദ അഡ്വേഴ്സ് കണ്ടീഷൻസ് ഇൻ ദ എൻവയോൺമെന്റ് ഓർ ഇൻ ദ എവിടെയാണെങ്കിലും അവർ സർവൈവ് ചെയ്യുന്ന എവിടെയാണോ അവിടെ ഹാബിറ്റാറ്റിലുള്ള എന്ത് അഡ്വേഴ്സ് കണ്ടീഷൻ ആണോ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് സിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് കോൾഡ് എൻസിസ്റ്റ്മെന്റ്. ദ ഫോർമേഷൻ ഓഫ് സിസ്റ്റ് ഈസ് കോൾഡ് എൻസിസ്റ്റ്മെന്റ്. സോ ദിസ് പ്രോട്ടിസ്റ്റ് shows encystment to survive adverse conditions by the formation of a protective covering around the body called cyst. മനസ്സിലായില്ലേ? ആ സിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സർവൈവലിന് വേണ്ടിയിട്ട് അഡ്വേഴ്സ് കണ്ടീഷനിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിന്റെ ബോഡിയുടെ പുറത്തായിട്ട് ഉണ്ടാക്കുന്ന ഒരു കവറിംഗ് ആണ് സിസ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്താ ചെയ്യുന്നത്? ഇറ്റ് റിമൈൻഡ് ഇൻ എ ഡോർമെന്റ് സ്റ്റേറ്റ്. അതിനകത്ത് അതിന്റെ അത്യാവശ്യം വേണ്ടുന്ന ലൈഫ് ആക്ടിവിറ്റീസ് മാത്രം ചെയ്തിട്ട് അകത്ത് ഒരു സുപ്താവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു സന്യാസിയെ പോലെ അകത്തിരുന്ന് തപസ് ചെയ്യുന്ന രൂപത്തിൽ മറ്റു ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതെ അകത്തിരിക്കുന്ന ഒരു കണ്ടീഷനെയാണ് ഡോർമെന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഇൻസൈഡ് ദ സിസ്റ്റ്. ബട്ട് another term we have to learn in association with this cyst formation. If there is an encystment, there is an existment also. അല്ലെ? ഒരു എൻസിസ്റ്റ്മെന്റ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു എക്സിസ്റ്റ്മെന്റും ഉണ്ടായിരിക്കും. ഇവിടെ ഡോർമെന്റ് ആയിട്ട് ഇരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അഡ്വേഴ്സ് കണ്ടീഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ അഡ്വേഴ്സ് കണ്ടീഷൻ മാറുമ്പോൾ ഇതിന് തിരിച്ചു വരണം.
ഇത് തിരിച്ചു വന്നിട്ട് ഇതിന്റെ ലൈഫ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ഓടിച്ചാടി നടക്കണം ഇല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന് എന്തുണ്ടാവണം? എക്സിസ്റ്റ്മെന്റ് ഉണ്ടാവണം. ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ എങ്ങനെയാണ്? ഈ എൻസിസ്റ്റ്മെന്റിലാണ് നമ്മളൊക്കെ തന്നെ. നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികളൊക്കെ തന്നെ വീടുകളിൽ ഇരിക്കുകയാണ്, ഒരു സിസ്റ്റം ഉണ്ടാക്കി വീടിനകത്ത് ഇരിക്കുകയാണ്. വൈ? ബിക്കോസ് ഓഫ് ടു ഓവർകം അവർ അഡ്വേഴ്സ് കണ്ടീഷൻ. നമ്മളിപ്പോ പേടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്തുണ്ട്? കൊറോണ അല്ലെങ്കിൽ COVID-19 എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്. സോ ഓൾ ഓഫ് us ആർ ഇൻ എൻസിസ്റ്റഡ് കണ്ടീഷൻ. നമ്മൾ എല്ലാവരും ഒരു എൻസിസ്റ്റഡ് കണ്ടീഷനിലാണ്, അല്ലെങ്കിൽ സിസ്റ്റിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. ഇതിന് കളഞ്ഞതിന് ശേഷം നമ്മൾ എക്സിസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. എപ്പോഴാണ്? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിനെ വെയിറ്റ് ചെയ്യുന്നത്. വാക്സിൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഓരോരുത്തരും ഇൻഡിവിജ്വലി റെസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത് റിമൂവ് ചെയ്യും, ഈ സിസ്റ്റം റിമൂവ് ചെയ്യും. എന്നിട്ട് നമ്മളൊക്കെ പുറത്തു വരും. എന്നിട്ട് നിങ്ങളൊക്കെ കോളേജിൽ ഓടിച്ചാടി എങ്ങനെ നടക്കും അല്ലെ? ഓടിച്ചാടി നടന്ന് ക്ലാസ്സിൽ കയറി പഠിക്കും, ക്ലാസ് കട്ട് ചെയ്ത് പുറത്തു പോകും, വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം, നിങ്ങൾ നടക്കും അല്ലെ? അതാണ് എന്ത് പറയുന്നത്? എക്സിസ്റ്റ്മെന്റ് എന്ന് പറയുന്നതാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഒളിച്ചിരുന്ന സുപ്താവസ്ഥയിലിരുന്ന ഡോർമെന്റ് സ്റ്റേജിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്ന ആ സിസ്റ്റം മാറ്റി വരുന്ന ഫോമിനെയാണ് എക്സിസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അൺഫേവറബിൾ കണ്ടീഷൻ കഴിയുമ്പോൾ നമ്മൾ ആ സിസ്റ്റിനെ റിമൂവ് ചെയ്യും. നമ്മളല്ല, ഇവിടെ പറയുന്നത് പ്രോട്ടിസ്റ്റയുടെ കാര്യമാണ്. They can remove the cyst and that process is called existment. That will occur. ഇല്ലേ? അതാണ് cyst formation. Then see, another one is the reproduction. അസെക്ഷൽ ഉണ്ട്, സെക്ഷൽ ഉണ്ട്. രണ്ട് ഫോമിലും ഇതിനകത്ത് നടക്കാം. ചിലതിനകത്ത് അസെക്ഷൽ നടക്കാം, ചിലപ്പം വേറൊന്നിനകത്ത് സെക്ഷൽ നടക്കാം. ചിലപ്പോൾ രണ്ട് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ നടക്കുന്ന ഓർഗാനിസങ്ങളും ഉണ്ട്. അസെക്ഷൽ ആണെങ്കിൽ എന്തായിരിക്കും? അവിടെ ഒരു സിംഗിൾ പേരിന്റെ ഉണ്ടാവത്തുള്ളൂ. അവിടെ സെക്സ് സെൽസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പറയുന്ന സെക്സ് സെൽസ് ഏതൊക്കെയാണ്? എഗ്ഗും സ്പേമും എന്ന് നമ്മൾ പറയാറുണ്ട്. എഗ് ഫ്രം ഫീമെയിൽ ആൻഡ് ദ സ്പേം ഫ്രം മെയിൽസ്. അതാണ് രണ്ട് പേരന്റ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഓൺലി വൺ പേരന്റ്, ഒരൊറ്റ പേരന്റ് മാത്രം കാണും. ഈ രണ്ട് തരത്തിലുള്ള സെക്സ് സെൽസ് ഒന്നും ഉണ്ടാവില്ല. Then see what is sexual reproduction. അവിടെ ഉറപ്പായിട്ടും രണ്ട് പേരന്റ്സ് ഉണ്ടാകും ആൻഡ് ഓൾസോ സെക്സ് സെൽസ് ഉണ്ടായിരിക്കും. അതിനകത്ത് നമുക്കറിയാം ഹാപ്ലോയിഡ് എന്നും ഡിപ്ലോയിഡ് എന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ബോഡി സെൽസ് എപ്പോഴും ഡിപ്ലോയിഡ് ആണ്, ബട്ട് the sex cells always are in haploid condition. Then see what is asexual. ഇനി ഈ ഹാപ്ലോയിഡ് കണ്ടീഷനിൽ എന്തിനാണ് സെക്സ് സെൽസ് വരുന്നത്? ഈ സെക്സ് സെൽസ് രണ്ടെണ്ണം ഉണ്ട് എങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അത് എന്ത് സംഭവിക്കും? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ that the gametes or the sex cells എന്താ സംഭവിക്കുന്നത്? That would be joined or fertilized and form a zygote, and this zygote is the first diploid cell. From the diploid zygotic cells the entire cell will be formed in the case of multicellular organism. അവിടെയൊക്കെ അങ്ങനെയാണ് നടക്കുന്നത്. ഇവിടെയും പ്രോട്ടിസ്റ്റയ്ക്കകത്തും ഡിപ്ലോയിഡ് ആകാം അത് അല്ലേ? അപ്പൊ എന്താണ്? ഡിപ്ലോയിഡ് സെൽസിനകത്ത് ഇതുപോലെ തന്നെ സിംഗിൾ സെൽഡ് അല്ലെങ്കിൽ സെക്സ് സെൽസ് ഉണ്ടാവാം, ഹാപ്ലോയിഡ് സെൽസ് ഉണ്ടാവാം. എനിവേ സെക്ഷുവൽ റീപ്രൊഡക്ഷനും ഇത് കാണിക്കുന്നുണ്ട്, അസെക്ഷുവൽ റീപ്രൊഡക്ഷനും കാണിക്കുന്നുണ്ട്. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഉണ്ട്. മെയിൻ ആയിട്ട് പറഞ്ഞാൽ 3 kinds of asexual reproduction is shown by this type of protist. The first one is fission, another one is plasmotomy, and the third one is budding. Okay, spelling correct ചെയ്താണ്, budding ആണ്. So 3 kinds of fission, plasmotomy and budding are the 3 types of asexual reproduction shown by the Protista. The first one is fission. മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് ഫിഷൻ എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് മാറുന്നു. ഹാവിങ് ഈക്വൽ നമ്പർ ഓഫ് ക്രോമസോം ആസ് വെൽ ആസ് എവറിത്തിങ്. സൈറ്റോപ്ലാസം ആവട്ടെ, അതിന്റെ സെൽ ഓർഗനൽസ് ആവട്ടെ, എല്ലാം ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് സെൽസ് ആയിട്ട് മാറുന്ന ഒരു രൂപത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള അത് ഒരു തരത്തിലുള്ള ഫിഷൻ ആണ്. അപ്പൊ രണ്ട് തരത്തിൽ ഫിഷൻ ഉണ്ട്. ഇത് തന്നെ രണ്ട് തരത്തിൽ ഫിഷൻ എന്ന് പറയുമ്പോൾ ബൈനറി ഫിഷനും ഉണ്ട്, മൾട്ടിപ്പിൾ ഫിഷനും ഉണ്ട്. ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ എന്ന് പറഞ്ഞാൽ തന്നെ 2 എന്നാണ് അർത്ഥം. ഒന്ന് മുറിഞ്ഞ് രണ്ടായിട്ട് മാറുന്നതിനെയാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. അതേസമയം മൾട്ടിപ്പിൾ ഫിഷൻ ആണെങ്കിലോ ഒരു സെല്ലിൽ നിന്ന് more than 2 cells will be formed. That is called multiple fission. The example for binary fission is paramecium, whereas the multiple fission is plasmodium vivax. ഇല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട് മലേറിയ എന്ന് പറയുന്ന മാരകമായ അസുഖം ഉണ്ടാക്കുന്ന
ഒരു ഓർഗാനിസം ആണ് പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുന്നത്. അത് കാണിക്കുന്നത് മൾട്ടിപ്പിൾ ഫിഷൻ ആണെങ്കിൽ പാരമീസിയം കാണിക്കുന്നത് ബൈനറി ഫിഷൻ ആണ്. ദാറ്റ് മീൻസ് ദ ഫിഷൻ ഈസ് ഡിഫറെന്റ് ടൈപ്സ്, ബൈനറി ഓർ മൾട്ടിപ്പിൾ ഫിഷൻ. Then see what is a plasmotomy. ഈ പ്ലാസ്മോട്ടമി എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ഫിഷൻ ആണ്. പക്ഷെ അതൊരു മോഡിഫൈഡ് ഫോമിലുള്ള ഫിഷൻ ആണ്. ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ഒരു ബൈനറി ഫിഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫിഷൻ, എനിവേ ദ ഫിഷൻ ഒരു സെല്ല് മുറിഞ്ഞ് രണ്ടാകുന്നു എന്ന് വെച്ചാൽ അവിടെ സൈറ്റോപ്ലാസം along with the other inclusions and the cell membrane, ന്യൂക്ലിയസ് എല്ലാം രണ്ടായിട്ട് ഒരുമിച്ച് ഡിവൈഡ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്നു, രണ്ട് സെല്ലിലേക്ക് ഡിവൈഡ് ചെയ്ത് അങ്ങ് പോകുന്നു. അതാണ് നടക്കുന്നത്. അതായത് ന്യൂക്ലിയസും ഡിവൈഡ് ചെയ്യും along with എന്താണ് സെൽ മെംബ്രൈൻ, സൈറ്റോപ്ലാസം എല്ലാം ഒരുമിച്ച് ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് പോകും. ഈ പ്ലാസ്മോട്ടമിയിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയർ ഡിവിഷൻ നടക്കും. ന്യൂക്ലിയസ് രണ്ടാകുന്നു, നാലാകുന്നു, എട്ടാകുന്നു, അങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ ഈ സൈറ്റോപ്ലാസവും സെൽ മെംബ്രൈനും കൂടെ ഡിവൈഡ് ചെയ്ത് പോകുന്നില്ല. ദ ഡിവിഷൻ ഓഫ് ബോഡി ഈസ് നോട്ട് അക്കംപനീഡ് ബൈ ന്യൂക്ലിയർ ഡിവിഷൻ. ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ബോഡി ഡിവിഷൻ നടക്കുന്നില്ല. അപ്പൊ എന്തായിരിക്കും റിസൾട്ട് എന്ന് പറയുന്നത്? റിസൾട്ട് എന്ന് പറയുന്നത് എ സിംഗിൾ സെൽ ഹാവിംഗ് എ നമ്പർ ഓഫ് ന്യൂക്ലിയായി, ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉള്ള ഒരു സെല്ലായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അതിനെയാണ് പ്ലാസ്മോട്ടമി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മോഡിഫൈഡ് ഫോം ഓഫ് ഫിഷൻ. അപ്പൊ ഈ പ്ലാസ്മോട്ടമി ഒക്കെ വൺ വേർഡ് ചോദിക്കുന്നതാണ്. Then the third one is the third form of reproduction, asexual reproduction, is budding. എന്താണ് budding എന്ന് പറയുന്നത്? നമ്മൾ വേഗം ഓർക്കുന്ന ഒരു പിക്ചർ ഉണ്ട്, ഹൈഡ്ര. ഹൈഡ്രയ്ക്കകത്ത് നമുക്ക് കാണാം അതിന്റെ ബോഡിയിൽ നിന്ന് തന്നെ ഒരു ചെറിയ വിരലിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മളൊരു ചെടിക്കകത്ത് ചെറുതായിട്ട് അതിന്റെ സൈഡിലെ ബ്രാഞ്ച് വരുന്നത് മുട്ടുപോലെ വരും, അതുപോലെ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് ബഡ് എന്ന് പറയുന്നത്. അത് പിന്നെ എന്ത് സംഭവിക്കും? ഈ നിങ്ങൾ ഹൈഡ്രയ്ക്കകത്ത് അല്ലെങ്കിൽ ഒബീലിയ എന്നൊക്കെ പറയുന്നതിനകത്ത് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ ബഡ് വന്നു കഴിഞ്ഞിട്ട് ഈ ബഡ് സെപ്പറേറ്റ് ആയതിനു ശേഷം അതൊരു ഇൻഡിവിജ്വൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വളരും. അതിനെയാണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. ഇസ് ദ ഫോർമേഷൻ ഓഫ് എ ഡോട്ടർ ഇൻഡിവിജ്വൽ ഫ്രം ദ പേരന്റ്സ് ബോഡി, that is called bud, and the type is called budding. The type of asexual reproduction is called budding എന്ന് പറയും. These are the different types of asexual reproduction. Then sexual reproduction എന്താണ്? നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അകത്ത് 2 individuals ഉണ്ട്, 2 type of sex cells ഉണ്ട്, and finally these 2 type of sex cells united or fused together and form a single cell, and that is called the fused cell നെ എന്ത് നമ്മൾ പേര് പറയുന്നത്? സൈഗോട്ട് എന്ന് പറയും, ഇല്ലേ? And the diffused cells are called gametes. ഈ രണ്ട് തരത്തിലുള്ള സെക്സ് സെൽസിനെ, ഡിഫ്യൂസ്ഡ് സെൽസിനെ പറയുന്ന പേര് gametes എന്നാണ്. And the fusion of these 2 gametes or these 2 sex cells is called syngamy. The single cell formed is called zygote. Okay, so the sexual reproduction involves 2 types of parents as well as 2 types of sex cells, and there involves the fusion or the fertilization, or it is called syngamy, and the newly formed cell, single cell, is called zygote. ഈ ടേംസ് ഒക്കെ എവിടെ വരും? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അകത്ത് വരും. രണ്ട് തരത്തിലുള്ള ഇൻഡിവിജ്വൽ ഉണ്ടാവും. ആ രണ്ട് തരത്തിലുള്ള ഇൻഡിവിജ്വൽസും രണ്ട് തരത്തിലുള്ള എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? സെക്സ് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ സെക്സ് സെൽസ് രണ്ടും വീണ്ടും ഒരുമിച്ച് ചേർന്ന് ആ ചേരുന്ന പ്രോസസ്സിനെ നമ്മൾ സിംഗമി എന്ന് പറയും, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അതുവഴി ഒരു സിംഗിൾ സെല്ല് ഉണ്ടാവും. ആ സിംഗിൾ സെല്ലിന് 2 സെറ്റ് ഓഫ് ക്രോമസോംസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. ആ ഡിപ്ലോയിഡ് കണ്ടീഷൻ പിന്നെ എന്തായിട്ട് മാറും? ഒരു പുതിയ ഇൻഡിവിജ്വൽ സെല്ലായിട്ട്, ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള സെല്ലായിട്ട് മാറും. ഇതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ we explained something about the reproduction in Protista, and we have to go through the life cycle involves zygotic meiosis and gametic meiosis. Life cycle എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Some adult protists are haploid, others are diploid. നമ്മൾ പറഞ്ഞു ഇല്ലേ? ചിലത് ഹാപ്ലോയിഡ് ആവാം, ചിലപ്പം ഡിപ്ലോയിഡ് ആകാം. അപ്പൊ ഹാപ്ലോയിഡോ ഡിപ്ലോയിഡോ ആയിക്കോട്ടെ, both these undergo asexual multiplication and form daughter individuals. ഇത് രണ്ടിനും, ഹാപ്ലോയിഡിനും ഡിപ്ലോയിഡിനും, അസെക്ഷലും കാണിക്കാം സെക്ഷലും കാണിക്കാം, രണ്ട് തരത്തിലും കാണിക്കാം. അപ്പൊ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒറ്റ സെറ്റ് ക്രോമസോമുകളുള്ള പ്രൊട്ടിസ്റ്റുകളുമുണ്ട്, 2 സെറ്റ് ക്രോമസോമുകളുള്ള പ്രൊട്ടിസ്റ്റുകളുമുണ്ട്. അതുകൊണ്ടാണ് ഹാപ്ലോയിഡുമുണ്ട് ഡിപ്ലോയിഡുമുണ്ട് എന്ന് പറഞ്ഞേക്കുന്നത്. എനിവേ ഈ രണ്ട് തരത്തിനും, ഡിപ്ലോയിഡിനും ഹാപ്ലോയിഡിനും അസെക്ഷലും
അല്ലെങ്കിൽ സെക്ഷലുമായിട്ടുള്ള തരത്തിൽ കാണിക്കാൻ പറ്റും. അതിനകത്ത് ബോത്ത് അണ്ടർഗോസ് അസെക്ഷൽ. ഇതിന് രണ്ടിനും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അസെക്ഷൽ മൾട്ടിപ്ലിക്കേഷൻ കാണിക്കാം. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഡോട്ടർ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിലോ ദേ ബിഹേവ് ഡിഫറെന്റ്ലി എന്ന് പറയുന്നുണ്ട്. കാരണം ഹാപ്ലോയിഡ് ഫോംസ് ഡിവൈഡ് മൈറ്റോട്ടിക്കലി ആൻഡ് പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് ഗാമേറ്റ്സ്. ഇനി ഹാപ്ലോയിഡ് ഇൻഡിവിജ്വൽ ആണ് ഉള്ളത് എങ്കിൽ അത് ഡിവൈഡ് ചെയ്യും. എങ്ങനെ ഡിവൈഡ് ചെയ്യും? മൈറ്റോട്ടിക്കലി. മൈറ്റോസിസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഈക്വൽ ഡിവിഷൻ ആണ്. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് അത്രയും തന്നെ നമ്പർ ഓഫ് ക്രോമസോംസും മറ്റെല്ലാ സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസും ഉള്ള ഒരു രണ്ട് സെല്ലുകളായിട്ട് മാറുന്ന ഒരു പ്രോസസ്സിനെയാണ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. അവിടെ ഒന്നാമത്തെ സെല്ല് എങ്ങനെ ഇരിക്കുന്നു അത്രയും തന്നെ ഈ രണ്ട് സെല്ലായിട്ട് മാറുമ്പോൾ രണ്ടെണ്ണത്തിനകത്തും ഒരേപോലെ തന്നെ ഉണ്ടാവും. അതാണ് മൈറ്റോസിസ്. ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ഹാപ്ലോയിഡ് ഡിവൈഡ് ചെയ്ത് ഹാപ്ലോയിഡ് തന്നെ ആയിട്ടുള്ള ഗാമേറ്റുകൾ ഉണ്ടാവും. അടുത്തത് ഡിപ്ലോയിഡ് ആണെങ്കിലോ അത് മിയോസിസ് വഴിയാണ് ഡിവൈഡ് ചെയ്യുന്നത്. മിയോസിസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇറ്റ് ഹാസ് 2 steps. One is meiosis 1 and another one is meiosis 2. Meiosis 1 it is a reduction division. നമുക്കറിയാവുന്നതാണ് റിഡക്ഷൻ ഡിവിഷൻ എന്ന് അതിനെ പറയുന്നത്. അവിടെ ഡിപ്ലോയിഡ് എന്നുള്ളതിനെ അവർ പകുതിയാക്കി ഹാപ്ലോയിഡുകളായിട്ട് മാറ്റും. ആ ഹാപ്ലോയിഡുകൾ വീണ്ടും മൈറ്റോസിസ് വഴി വീണ്ടും ഹാപ്ലോയിഡുകളായിട്ട് തന്നെ ആ രൂപത്തിൽ തന്നെ ആയി മാറുന്ന രണ്ടാമത്തെ സ്റ്റെപ്പും ഉണ്ട്, മിയോസിസും ഉണ്ട്. ഇങ്ങനെയുള്ള തരത്തിലുള്ള മിയോട്ടിക് ഡിവിഷൻ ആയിരിക്കും ഡിപ്ലോയിഡിനകത്ത് നടക്കുന്നത്. അങ്ങനെ മിയോട്ടിക് ഡിവിഷൻ നടത്തി അത് ഹാപ്ലോയിഡ് ഗാമേറ്റ്സിനെ ഉണ്ടാക്കും. അതാണ് ഡിപ്ലോയിഡിൽ നടക്കുന്ന ലൈഫ് സൈക്കിളിൽ ഇൻവോൾവ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Life cycle with gametic meiosis and a prominent diploid adult stage is called diplontic life cycle. ഈ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളും ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളും എന്താണെന്ന് നമുക്ക് ഇവിടെ നോക്കാം. നോക്കൂ എന്താണ് പറയുന്നത്. ഇവിടെ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചാർട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ചാർട്ടിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ആദ്യം ഹാപ്ലോയിഡ് ഇൻഡിവിജ്വൽ നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ, ഹാപ്ലോയിഡ് ഫോംസ് ഡിവൈഡ് മൈറ്റോട്ടിക്കലി ആൻഡ് പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് ഗാമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹാപ്ലോയിഡ് ഇൻഡിവിജ്വൽ ആണ് അവിടെ ഡിവിഷൻ നടക്കുക. മൈറ്റോസിസ് വഴി ഇവിടെ ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ നോക്കണം, ഇവിടുത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈറ്റോസിസ് ആണ്, മാറിപ്പോരുത്. ഹാപ്ലോയിഡ് മൈറ്റോട്ടിക് ഡിവിഷൻ വഴി എന്തിനെ ഉണ്ടാക്കും? ഗാമേറ്റിനെ ഉണ്ടാക്കും. അത് മൈറ്റോസിസ് ആയതുകൊണ്ട് ഹാപ്ലോയിഡ് ഗാമേറ്റ് തന്നെ ഉണ്ടാകും. ഇവിടെ എന്നാണ്, ഇവിടെയും എൻ തന്നെ ഉണ്ടാവും. ഈ രണ്ട് ഹാപ്ലോയിഡ് ഗാമേറ്റുകളും കൂടെ ഫ്യൂസ് ചെയ്യും. അതാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് അത് എന്തുണ്ടാക്കും? ആ ഫ്യൂഷൻ നടക്കുമ്പോൾ 2N ചേരുമ്പം നമുക്കറിയാം 2N ചേർന്നാൽ രണ്ട് സെപ്പറേറ്റ് എന്നുകൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരുമിച്ചുള്ള 2N ആയിട്ട് മാറുമെന്നറിയാം. അതിനെയാണ് നമ്മൾ 2N എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിപ്ലോയിഡ് കണ്ടീഷൻ എന്ന് പറയും. അതാണ് ഇവിടെ ഡിപ്ലോയിഡ് സൈഗോട്ട് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ ഹാപ്ലോയിഡ് ഉണ്ടാക്കുന്നത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഈ സൈഗോട്ട് എന്ത് നടക്കും? വീണ്ടും ഡിവിഷൻ നടക്കുകയാണ്. എന്ത് ഡിവിഷനാണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ ഡിപ്ലോയിഡ് ആയതുകൊണ്ട് അടുത്ത ഡിവിഷൻ എന്ന് പറയുന്നത് മിയോസിസ് ആണ് നടക്കുന്നത്. മിയോട്ടിക് ഡിവിഷൻ നടക്കും. ഈ സൈഗോട്ട് മിയോട്ടിക് ഡിവിഷൻ വഴി ഡിവൈഡ് ചെയ്ത് ഹാപ്ലോയിഡ് യങ് വൺസ് ഉണ്ടാകും. കാരണം എന്താണ്? ഇവിടുത്തെ അഡൽട്ട് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. അതുകൊണ്ട് ഇവിടെ n നമ്പർ മതി ഇതിന്റെ ക്രോമസോം. അതുകൊണ്ട് ഇവിടെ എന്തായിട്ട് മാറി? ഹാപ്ലോയിഡ് യങ് വൺസ് ഉണ്ടായി. എവിടുന്ന്? ഡിപ്ലോയിഡ് സൈഗോട്ടിൽ നിന്ന് മിയോട്ടിക് ഡിവിഷൻ വഴി ഹാപ്ലോയിഡ് യങ് വൺസിനെ ഉണ്ടാക്കും. അത് ചെറിയ എന്തായിരിക്കും? യങ് വൺസ് ആണ്. അതിനെ എന്താക്കാനായിട്ട്? അഡൽട്ട് ആക്കാൻ വേണ്ടിയിട്ട് അതിന് ഗ്രോത്ത് സംഭവിക്കണം, അല്ലേ? അത് അവിടെ ഇരുന്നത് വളർന്നതിന് ശേഷം അഡൽട്ട് ആയിട്ട് മാറും. ഇങ്ങനെയുള്ള ലൈഫ് സൈക്കിളിനെയാണ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. എന്താണ്? സൈഗോട്ടിക് മിയോസിസ്, പ്രോമിനന്റ് ഹാപ്ലോയിഡ് അഡൽട്ട് സ്റ്റേജ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ ഉള്ളത് ഹാപ്ലോയിഡ് അഡൽട്ട് സ്റ്റേജ് ആയിരിക്കും. പക്ഷെ ഇതിനകത്ത് എന്തുണ്ടാവും? ഡിപ്ലോയിഡ് സൈഗോട്ടും ഉണ്ട്. പക്ഷെ ഇത് സൈഗോട്ട് മാത്രമാണ്. അത് ഡിവൈഡ് ചെയ്ത് ഹാപ്ലോയിഡ് യങ് വൺസ് ആകും, ഹാപ്ലോയിഡ് അഡൽട്ടുമായിട്ട് മാറും. സോ യു മസ്റ്റ് ലേൺ ദിസ് ചാർട്ട് ആസ് വെൽ ആസ് ദിസ് ടു. Okay, then see the next one is diplontic life cycle. ഇവിടെ ഹാപ്ലോയിഡ് അഡൽട്ട് എന്ന് എഴുതിയെങ്കിൽ അതേ സ്ഥാനത്ത് ഇവിടെ എന്ത് നമ്മൾ എഴുതും? ഡിപ്ലോയിഡ് അഡൽട്ട് എന്ന് എഴുതും. ഇവിടെ n പകരം ഇവിടെ 2N ആണ് എഴുതുന്നത്. അപ്പൊ 2N ആയതുകൊണ്ട് ഇതിന്റെ ഡിവിഷൻ ഏതായിരിക്കണം നടക്കേണ്ടത്?
മൈറ്റോസിസ് അല്ല, മിയോസിസ് വേണം നടക്കാൻ. അതുകൊണ്ട് ഗമേറ്റിക് മിയോസിസ്, ഗാമേറ്റ് ഉണ്ടാകുന്ന ഒരു ഡിവിഷൻ ആണ്, ഗമേറ്റിക് മിയോസിസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇവിടെ മൈറ്റോസിസ് എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെയാണെങ്കിൽ നമ്മൾ മിയോസിസ് എന്നാണ് എഴുതേണ്ടത്. ഈ മിയോസിസ് വഴി എന്താ കിട്ടുന്നത്? ഹാപ്ലോയിഡ് ഗാമേറ്റിനെ കിട്ടും. n നമ്പർ ഉള്ള, പകുതി നമ്പർ ഉള്ള, ക്രോമസോം നമ്പർ ഉള്ള ഗാമേറ്റുകൾ ഇതുവഴി പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ എന്ത് പറ്റി? ഹാപ്ലോയിഡ് ഗാമേറ്റ് തന്നെയാണ്, ഇവിടെയും ഹാപ്ലോയിഡ് ഗാമേറ്റ് തന്നെയാണ്. രണ്ടിടവും സെയിം ആണ്, പക്ഷെ ഡിഫറൻസ് ഇവിടെ രണ്ടിടത്തും ഉണ്ട്. ഇവിടെ സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മൈറ്റോസിസും ഇവിടെ മിയോസിസും കൊണ്ടുവന്നേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഈ ഗാമേറ്റ് n നമ്പർ ഉണ്ടായി. ഇനി ഇതുപോലെയുള്ള വേറെ ഒരു സിംഗിൾ എന്നും കൂടെ ജോയിൻ ചെയ്യും, ഫെർട്ടിലൈസ് ചെയ്യും. അത് സെയിം ഫെർട്ടിലൈസേഷൻ. എന്താ വരുന്നത്? ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവും. ഇവിടെയും അതേപോലെ തന്നെ ഡിപ്ലോയിഡ് സൈഗോട്ടാണ് ഫെർട്ടിലൈസേഷൻ വഴി ഉണ്ടായേക്കുന്നത്. ഇവിടെയും ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടായി. ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് എന്തായിട്ട് മാറണം? ഇവിടുത്തെ ഇൻഡിവിജ്വൽ അഡൽട്ട് എന്ന് പറയുന്ന ഡിപ്ലോയിഡ് തന്നെയാണ്. അപ്പൊ ഇവിടെ ഇനി ഇതേപോലത്തെ നമ്പർ മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് അടുത്ത് നടക്കുന്ന സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മൈറ്റോസിസ് ആണ്. പക്ഷെ ഇവിടെയാണെങ്കിലോ, ഇവിടെ ഹാപ്ലോയിഡ് അഡൽട്ട് ആയിരുന്നത് കൊണ്ട് ഇവിടെ ഡിപ്ലോയിഡ് വന്നപ്പോൾ അതിനെ പകുതിയാക്കി മാറ്റണം. അതിനുവേണ്ടി നടന്ന ഡിവിഷൻ മിയോസിസ് ആണ്. റിഡക്ഷൻ ഡിവിഷൻ ഉള്ള തരത്തിലുള്ള സെൽ ഡിവിഷൻ ആണ് ഇവിടെ നടക്കുന്നത്, മിയോസിസ്. ഇവിടെ അതുപോലെ തന്നെ നിലനിർത്തേണ്ടതായതുകൊണ്ട് ഇവിടെ മൈറ്റോസിസ് ആണ് നടക്കുന്നത്. ഈ മൈറ്റോസിസ് വഴി എന്താണ് ഉണ്ടാകുന്നത്? ഡിപ്ലോയിഡ് യങ് വൺസ് ഉണ്ടാകും. ഇവിടെ മിയോസിസ് വഴി ഹാപ്ലോയിഡ് യങ് വൺസ് ഉണ്ടാകും. ഇപ്പൊ ഡിപ്ലോയിഡ് യങ് വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ 2n ആണ്. ഇത് പിന്നെ ഗ്രോ ചെയ്ത് അഡൽട്ട് ആയിട്ടുള്ള ഡിപ്ലോയിഡ് മാറും, ഡിപ്ലോയിഡ് അഡൽട്ട് ആയിട്ട് തന്നെ മാറും. ഇങ്ങനെയുള്ള കണ്ടീഷൻ, ഇങ്ങനെയുള്ള ലൈഫ് സൈക്കിളിനെയാണ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഇത് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. സോ യു മസ്റ്റ് ലേൺ ബോത്ത് ദീസ് ലൈഫ് സൈക്കിൾ. കേട്ടോ? അപ്പൊ ഇത് രണ്ടും വ്യക്തമായിട്ട് ഇങ്ങനെ തന്നെ പഠിക്കണം. ഇത്രയാണ് നമുക്ക് ഇതിന്റെ